കണ്ണപുരം ചുണ്ടയിൽ മോഡേൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചിത്രശില്പ ക്രാഫ്റ്റ് പ്രദർശനം കലാപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്ലബിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ചുണ്ട സ്വദേശിയും പ്രശസ്ത ചിത്രകാരനുമായ സന്തോഷ് ചുണ്ടയുടെ നേതൃത്വത്തിലാണ് ചിത്രകലാ ക്രാഫ്റ്റ് ക്യാമ്പും പ്രദർശനവും സംഘടിപ്പിച്ചത്. 3 വയസ്സുകാരിയായ നവന്യ മണികണ്ഠന്റെ കുഞ്ഞു ചിത്രങ്ങൾ മുതൽ 74 വയസ്സുള്ള ഭാനുമതി ചുണ്ടയുടെ മനോഹരമായ ക്രാഫ്റ്റ് വർക്ക് വരെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയസ്സിനോ പരിചയത്തിനോ അതിരുകളില്ലാതെ കലയുടെ വൈവിധ്യങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രദർശനം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വരുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു വാർഷികം എന്നുള്ള നിലയിൽ മാത്രമാണ് പലർക്കും നമുക്ക് തോന്നുന്നതെങ്കിലും ഇവിടുത്തെ ഈ ചിത്ര പ്രദർശനം ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ വളരെ ചെറിയ നമ്മുടെ മക്കൾ മുതൽ നമ്മുടെ ചിത്രകല ശരിയായ രീതിയിൽ ചിത്രകലയുടെ ചിത്രകാരന്മാർ വരെ ഇതിൻ്റെ അകത്ത് അവരുടെ വരെ വർക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതൊരു കേവലം ഒരു ക്ലബിൻ്റെ വാർഷികം അല്ലെങ്കിൽ ഒരു ഇതൊന്നുമല്ല. മോഡേൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെയ്തിട്ടുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രദർശനം മികച്ച നിലവാരം പുലർത്തിയതായും ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും ചിത്രകാരൻ സന്തോഷ് ചുണ്ട പറഞ്ഞു. ചെറിയൊരു സമയം കൊണ്ട് തന്നെ വളരെ മികച്ച ചിത്രങ്ങളും ശില്പങ്ങളും ക്രാഫ്റ്റുകളും നമുക്കിവിടെ കൊണ്ടുവരികയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനന്യ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു മോള് 3 വയസ്സ് മാത്രമുള്ള ഒരു മോളടക്കം 70 വയസ്സിന് മേലെയുള്ള ഭാനുവേച്ചി അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുത്തു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളും ശില്പങ്ങളും നമുക്ക് ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമാക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നവന്യ മണികണ്ഠൻ, അജിത പുഞ്ചാൽ, നന്ദ പുഞ്ചാൽ, യാമ നാരായണൻ, ആരവ് രഞ്ജിത്ത്, IV ദിവാകരൻ, രചന KV, ഭാനുമതി ചുണ്ട, ജനാർദ്ദനൻ GKP എന്നിവരടക്കം നിരവധി കലാകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും പ്രദർശനത്തിലെ പ്രധാന ആകർഷണങ്ങളായി മാറി. കലയും സൃഷ്ടിയും കൈകോർക്കുന്ന ഈ പ്രദർശനം കണ്ണപുരത്ത് ഒരു കലോത്സവാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.